ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ PCM പ്രോയുടെ ഒരു ഡീറ്റെയിൽ വിവരണമാണ്. PCM മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തിനാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സോ ഇവിടെ നമുക്ക് PCM മെഷീൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഇതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ടു ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഈ സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. ബ്രിങ് ബ്ലഡ് കണ്ടെയ്ൻ ഓക്സിജൻ ആൻഡ് ന്യൂട്രീഷൻ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനെയും ന്യൂട്രീഷനെയും അതാത് സെൽസിലേക്ക് എത്തിക്കുക എന്നുള്ള പണി ഈ ബ്ലഡ് ആണ് ചെയ്യുന്നത്. മൈ ഫ്രണ്ട്സ്, അതാണ് നമ്മുടെ ബ്ലഡിൽ നമ്മുടെ ശരീരത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കണമെന്ന് നമ്മൾ പറയാറില്ല. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിലേ നമ്മൾ ആക്റ്റീവായിട്ട് ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിലുള്ള സെൽസിനെ ഓരോ സെൽസും ഓരോ ജീവനാണ്, ഓരോ കോശങ്ങളും. ആ കോശങ്ങൾക്ക് ഫുഡ് വേണം. ആ ഫുഡാണ് ന്യൂട്രീഷൻസ്. ഓക്സിജൻ വേണം, വാട്ടർ വേണം. ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് നമ്മുടെ ഈ ബ്ലഡ് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്തുകൾ ബ്ലഡ് എത്തേണ്ട ഏരിയകളിലേക്ക് കറക്റ്റ് ആയിട്ട് ഈ ന്യൂട്രീഷൻ ഓക്സിജൻ എത്തില്ല. അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവ് പല രോഗങ്ങളുണ്ടാവാം. ആ പറയുന്ന രോഗങ്ങളുടെ ചില ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ്, അതായത് കൈകാലുകളിൽ തരുത്ത് മരപ്പൊക്കെ തണുത്ത ഫീലിംഗ് ഉണ്ടാവുക. നമ്മൾ ബോഡി ടെമ്പറേച്ചർ നോർമൽ ആയിട്ടുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. അവരുടെ കൈകാലുകളൊക്കെ തണുത്തിരിക്കും. അത് ബ്ലഡ് സർക്കുലേഷൻ കുറവുള്ളതാണ്. അതുപോലെ മസിൽ പിടിക്കുന്ന പരിപാടി, മസിൽ പിടിക്കുക, ഉറക്കത്തിൽ മസിൽ പിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഒരേ പൊസിഷൻ ഇരുന്ന് കഴിഞ്ഞാൽ മസിൽ പിടിക്കുക, ഇത് മസിൽ കൊച്ചു പിടിക്കുക എന്നൊക്കെ പറയും. ഇത് ഈ ബ്ലഡ് സർക്കുലേഷന്റെ കുറവുകൊണ്ടുണ്ടാകുന്നതാണ്. അതുപോലെ സ്വെല്ലിങ്, എഡിമ നമ്മൾ പറയും, അല്ലെങ്കിൽ സ്വെല്ലിങ്, അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് സർക്കുലേഷൻ കുറയുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് കാലിലേക്ക് വന്ന് സ്റ്റോർ ആവും. അത് ബ്ലഡ് സർക്കുലേഷന്റെ കുറവാണ്. നമുക്കറിയാം, ചില ആളുകൾ കുറച്ച് നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാറില്ല. നമ്മൾ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പെരിഫറൽ ആർട്ടറി ഡിസീസ്, അതായത് ഹൃദയ സംബന്ധമായ ആർട്ടറി സംബന്ധമായ രോഗങ്ങൾ വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. സോ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം ഈ ബ്ലഡ് സർക്കുലേഷന്റെ കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ ബ്ലഡ് ക്ലോട്ട്സ്, നമ്മുടെ ഞരമ്പിനകത്ത് ക്രിസ്റ്റൽ ഫോമിൽ ബ്ലഡ് കട്ട പിടിക്കുക, ഇത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഞരമ്പുകൾ വളരെ നേർത്ത ഞരമ്പുകളുണ്ട്, വലിയ ഞരമ്പുകളുണ്ട്. അപ്പൊ ഇത് എവിടെയാണ് സ്റ്റക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ബ്ലഡ് ക്ലോട്ട്സ് ആണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഈ സഡൻ ഡെത്തിന്റെ അല്ലെങ്കിൽ ഹൃദയസ്തംഭനത്തിന്റെ ഒക്കെ മെയിൻ റീസൺ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് സാധിക്കും. അതുപോലെ വെരിക്കോസ് വെയിൻ ബ്ലഡ് സർക്കുലേഷന് കുറവുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഒബേസിറ്റി, അഫ്കോഴ്സ് ഒബേസിറ്റി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഒബേസിറ്റി. അത് നമ്മുടെ ബാഡ് ഫുഡ് ഹാബിറ്റ്, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ അതിനും ഈ ബ്ലഡ് സർക്കുലേഷന്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് പൊതുവേ ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ കുറവായിരിക്കും. അവർ നടക്കാൻ പറയും, വാക്ക് ചെയ്യാൻ പറയും. പക്ഷേ ഈ വാക്കിങ്ങും നടക്കലൊന്നും നമ്മൾ കൃത്യമായ രീതിയിൽ ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അതുപോലെ റൈനോട്ട്സ് ഡിസീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കൈയുടെ വിരലുകളുടെ അറ്റത്തൊക്കെ വെളുത്ത കളർ വരിക, നഖത്തിന്റെ കളർ മാറുക, ഇതൊക്കെ പ്യൂർ ബ്ലഡ് സർക്കുലേഷന്റെ സിംറ്റംസ് ആണ്. നമുക്കറിയാം, ഇങ്ങനെ സിംറ്റംസ് വരുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് നമ്മളോട് പറയും, രാവിലെ എണീച്ച് വാക്ക് ചെയ്യാൻ പറയും, മോർണിംഗ് വാക്ക് ചെയ്യാൻ പറയും. കൃത്യമായിട്ട് 2.5 മണിക്കൂർ ബ്രിസ്ക് വാക്ക് ചെയ്താൽ നമ്മൾ ഫിറ്റ് ആയിരിക്കും. പക്ഷെ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഇവിടെ നമ്മുടെ സമയക്കുറവ്, നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത തിരക്ക്, ഫാമിലി ടെൻഷൻ, വർക്ക് ടെൻഷൻ, എല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാണ്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിവൈസ് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഡിവൈസ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ സ്ലൈഡിൽ കാണാൻ പറ്റും ഷീ ആൻഡ് ബ്ലഡ് ഓഫ് TCM. നമ്മുടെ പൊതുവെ TCM ബേസ് ചെയ്തിട്ടാണ് എല്ലാ പ്രൊഡക്റ്റും ഡെവലപ്പ് ചെയ്യുന്നത്, R&Dയിൽ റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ TCM പറയുന്നത് ബ്ലഡും ഷീ എന്ന് പറഞ്ഞാൽ, ഞാൻ മലയാളത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ പോസിറ്റീവ് എനർജി നമുക്ക് പറയാം. പോസിറ്റീവ് ഓറ, പോസിറ്റീവ് എനർജി എന്ന് പറയാം. നമുക്കറിയാം, ഈ പോസിറ്റീവ് എനർജി ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയും. കാരണം നമുക്ക് ക്ഷീണം വരും. നമ്മളൊരു റൂമിൽ തന്നെ അടച്ചിട്ട് കുറച്ച് ദിവസം ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമത്തെ 2ാമത്തെ ദിവസം തന്നെ നമുക്കൊരു ഇൽനെസ് ഫീൽ ചെയ്യും, ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്യും. അത് വീണ്ടും നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നാച്ചുറൽ ആയിട്ട് ഭൂമിയിൽ ഒന്ന് നടന്നിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും എനർജി കാണിക്കും. അതാണ് പോസിറ്റീവ് എനർജി. അപ്പൊ ഈ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിലേ ബ്ലഡ് കറക്റ്റ് ആയിട്ട് സർക്കുലേറ്റ് ആവുള്ളൂ. ഈ ബ്ലഡ് കറക്റ്റ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്താലേ നമ്മുടെ ശരീരത്തിൽ എത്തേണ്ട സെൽസിലേക്കെല്ലാം, കോശങ്ങളിലേക്കെല്ലാം ഈ ന്യൂട്രീഷനും ഓക്സിജനും എത്തുകയുള്ളൂ. അവിടെ ഡംപായിരിക്കുന്ന വേസ്റ്റ് റിമൂവ് ചെയ്തോളൂ. അപ്പൊ ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ കൃത്യമായിട്ട് ഈ ഷീയും ബ്ലഡും
കറക്റ്റ് തോതിൽ കറക്റ്റ് അളവിലുണ്ടാവണം. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു മരത്തിനോട് നമ്മുടെ ശരീരത്തിൽ സാമ്യം ചെയ്യാം. ഒരു മരത്തിന്റെ നമുക്ക് വേരുകളിൽ കൂടെ വലിച്ചെടുക്കുന്ന വെള്ളം, മറ്റു പദാർത്ഥങ്ങൾ ഇലകളിൽ എത്തിച്ച് സൂര്യപ്രകാശം വഴി ഇലയിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് മരത്തിന്റെ മറ്റു ഏരിയകളിലേക്ക് സപ്ലൈ ആണ് ചെയ്യാറ്. അതേ രീതിയിലാണ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ മനുഷ്യശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിലും കൂടെ സഞ്ചരിക്കുന്ന ബ്ലഡ് അതിനാവശ്യമുള്ള ന്യൂട്രീഷൻസ്, ഓക്സിജൻ എല്ലാം പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ആ ഏരിയയിലുള്ള കോശങ്ങളെല്ലാം ആക്റ്റീവാക്കി അല്ലെങ്കിൽ ഹെൽത്തി ആക്കി വെക്കുകയും ചെയ്യുന്ന വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. സോ ഇവിടെ നമ്മുടെ ഈ മെഷീന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബ്യൂട്ടിഫുൾ ഡിവൈസ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയത്. ഇത് സെൻട്രിഫ്യൂഗൽ വൈബ്രേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. സർക്കുലേഷൻ മോഡിൽ വർക്ക് ചെയ്യും. ഇതിനകത്ത് 22 ഡീപ് പോർഷൻ മാഗ്നറ്റിക് സ്റ്റോൺ ഉണ്ട്. ഈ മാഗ്നറ്റിക് സ്റ്റോൺ ആണ് നമുക്ക് ഈ പോസിറ്റീവ് ഓറ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 7500 ഹൈ സ്പീഡ് സ്പൈറൽ വൈബ്രേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. 7500 RPM വർക്ക് ചെയ്യുന്നത്. നല്ല ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡ്രെഡ്ജ് ചാനൽസ് ആൻഡ് കൊളാട്രൽസിനെ ചാനൽസിനെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കാലുകൾ, നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ഓഫ് അവർ ബോഡി നമ്മുടെ കാലുകളാണെന്നാണ് പറയുന്നത്. നമ്മുടെ കാലിന്റെ അടിഭാഗത്ത് എല്ലാ ഓർഗാൻസും കണക്റ്റഡ് ആണ്. എല്ലാ അവയവങ്ങളും കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, ലിവർ, കിഡ്നി എല്ലാ ഓർഗാൻസും കാലിന്റെ അടിയിൽ കണക്റ്റഡ് ആണ്. അതായത് പണ്ട് കാലത്തെ ആൾക്കാർ വെറും കാലിൽ നടത്തിയത്. അപ്പൊ അവർക്കൊക്കെ അസുഖങ്ങളും കുറവായിരുന്നു. നമ്മൾ ഇന്ന് നടക്കാൻ സാധ്യമല്ല. കാരണം വെറും കാലിൽ നടന്നാൽ വേറെ അസുഖം വരും. പിന്നെ നമ്മളെല്ലാം മോഡേൺ ആയി, അപ്ഡേറ്റഡ് ആയി, ചെരുപ്പ് മാച്ചിങ് ചെരുപ്പുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അവിടെ നമുക്ക് കാലിന് കിട്ടേണ്ട അക്യുപഞ്ചർ പോയിന്റ്സ് ഓട്ടോമാറ്റിക്കായി സ്റ്റിമുലേറ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം അസുഖങ്ങളിലേക്ക് മാറി വീണുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിവൈസ് നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് സാധിക്കും. അപ്പൊ കാല് എല്ലാ ഓർഗാനുമായിട്ട് കണക്റ്റഡ് ആണ്. കാലിനടിയിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓർഗാനും സ്റ്റിമുലേറ്റ് ആവും, ആക്റ്റീവ് ആവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഈ സെൻട്രിഫ്യൂഗൽ വൈബ്രേഷൻ അല്ലെങ്കിൽ സർക്കുലേറ്റീവ് മോഡിൽ എന്ത് വർക്ക് ചെയ്യണം, എന്തിന് വർക്ക് ചെയ്യണം എന്നുള്ളതിനാണ് ഈ ഒരു സ്ലൈഡ് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു ചായ കപ്പിലേക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ കൃത്യമായി അത് റൊട്ടേറ്റ് ചെയ്യും. ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പഞ്ചസാര എന്ത് ചെയ്യും, അത് കൃത്യമായി അതിൽ ബ്ലെൻഡ് ആവും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പഞ്ചസാര മിക്സ് ചെയ്യാം. നേരെ ഷേക്ക് ചെയ്യാം, മേലോട്ട് താഴോട്ടും സ്പൂൺ ഇളക്കിയാലും പഞ്ചസാര മിക്സ് ആവും. പക്ഷെ സമയമെടുക്കും. കൃത്യമായി ബ്ലെൻഡ് ആവും. കൃത്യമായി ബ്ലെൻഡ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര ആ കോഫിയിൽ അല്ലെങ്കിൽ ടീയിൽ കൃത്യമായി ബ്ലെൻഡ് ആവും. അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ അതിനകത്തുള്ള അഴുക്കുകളെ റിമൂവ് ചെയ്യാനായിട്ട്. സോ ഇതേ പ്രോസസ്സാണ് ഈ വെർട്ടെക്സ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് പമ്പ് ചെയ്യും ബ്ലഡിനെ. സോ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് വരുന്നത്. സോ ആ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഈ ഡിവൈസ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് 100% 2.5 hour ബ്രിസ്ക് വാക്ക് ചെയ്യുന്ന ബെനിഫിറ്റ് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഇത് വെർട്ടെക്സ് ഫോഴ്സ് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞരമ്പിനുള്ളിൽ കൂടെ ആ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഒരു പിക്ചറൈസേഷൻ അടക്കം കൊടുത്തിട്ടുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മളൊരു 15-20 മിനിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് യൂസ് ചെയ്യാൻ ടോക്സിൻസ് റിമൂവ് ചെയ്യും. ആ ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആക്കും. ഇത്രയും കാലമായിട്ട് നമ്മളെ ശരീരത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് വെസൽസ് എല്ലാം തിക്കായിട്ടാവും, കട്ട പിടിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഈ ഫോഴ്സിൽ ക്ലെൻസ് ആവും, ക്ലിയർ ആവും. ഇനി ഇതിനകത്ത് ഈ ഡീപ്പ് മാഗ്നറ്റിക് ഓഷൻ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്റ്റോൺ ന്യൂസിലാൻഡ് ആൻഡ് ഫിജി ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഐലൻഡിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇതിന്റെ പ്രത്യേകത വാൽക്കനോസ്, അതായത് നമ്മുടെ അഗ്നിപർവ്വതത്തിൽ നിന്നുണ്ടാകുന്ന ലാവയിൽ നിന്നും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നാച്ചുറൽ ആയിട്ട് കടലിന്റെ അടിയിൽ സ്റ്റോർ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. അതാണ് ഡീപ്പ് ഓഷൻ മാഗ്നറ്റിക് സ്റ്റോൺ. പറയുന്നത് ഏറ്റവും കൂടുതൽ കോസ്മിക് പവർ ഉള്ള സ്റ്റോൺ ആണ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ അതാണ് നമ്മൾ 28 മാഗ്നറ്റിക് സ്റ്റോൺ ഇതിന്റെ മേലെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പോസിറ്റീവ് ഓറ മെയിൻറ്റെയിൻ ചെയ്യും. സെയിം നമ്മുടെ വീട്ടിലുള്ള പോസിറ്റീവ് ഓറയും ഈ ഒരു ഡീപ്പ് ഓഷൻ മാഗ്നറ്റിക് സ്റ്റോണിൽ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ മെറ്റബോളിസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രകാശ വലയം ഇതാണ് ആ പോസിറ്റീവ് ഓറ എന്ന് പറയുന്നത്. സോ ഈ ഡിവൈസ് വീട്ടിലുള്ളിലെ പോസിറ്റീവ് എനർജിയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ്. ഇന്ത്യൻ, ഇന്റർനാഷണൽ എല്ലാ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഡിവൈസ് ആണ്. ഇനി ഇതിന്റെ ഗുണങ്ങൾ ബ്ലഡ് വെസൽസിനെ ക്ലീൻ ചെയ്യും, സെൽസിനെ ആക്റ്റീവ് ചെയ്യും, വെയിറ്റ് ലോസിന് യൂസ് ചെയ്യാം, ഡ്രെഡ്ജ് മെറിഡിയൻ റെഗുലേറ്റ് സർക്കുലേറ്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഷീ. ബ്ലഡിന് ഷീന് ക്യൂ ആയി എന്നുള്ളത് ഷീ എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോ അതുപോലെ നെർവസ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യും, എൻഡോക്രൈൻ ഹോർമോണിനെ ബാലൻസ് ചെയ്യും, മൈക്രോ സർക്കുലേഷനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും.
അങ്ങനത്തെ ഒരു ഡിവൈസ് ആണ്. ഇത് യൂസ് ചെയ്യേണ്ട വിധമാണ് ഇരിക്കാം, നിൽക്കാം, ഒരു കാല് വെക്കാം, രണ്ട് കൈ വെക്കാം, യോഗാസന മോഡലിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ബെഡ് കുഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ബെഡ് വെച്ച് നമുക്ക് കിടക്കാം. വളരെ എഫക്റ്റീവാണ് ഈ കിടന്നിട്ടുള്ള ഒരു പൊസിഷൻ. സോ ഇത് ഇനി ഹൗ ടു യൂസ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഞാൻ പെട്ടെന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോയ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് 300 മുതൽ 500 ml വെള്ളം കുടിക്കുക. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ്സിന്റെ മേലെ യൂസ് ചെയ്യേണ്ട, വളരെ സ്ലോ സ്പീഡിൽ യൂസ് ചെയ്യുക. വെറും കാലിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ പ്രായമുള്ള ആളുകളും അസുഖമുള്ള ആളുകളും വെറും വയറ്റിൽ നേരിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഗിഡിനെസ് ഉണ്ടാവും. അവരെന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിച്ചിട്ട് യൂസ് ചെയ്യുക. വയർ ഫുള്ളായിട്ട് കഴിച്ചിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ സ്കിൻ ഡാമേജ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. അതിൽ സ്കിൻ കട്ടായിട്ട് സോറിയാസിസ് പോലുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. വയസ്സായ ആളുകൾ, ഒരുപാട് പ്രായമുള്ള ആളുകൾ യൂസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ അടുത്ത് നിൽക്കണം. കാരണം ഫോൺ സ്പീക്ക് ആയിരിക്കും, അത് ഗിഡിനെസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ അടുത്ത് നിൽക്കുക. ഇത് യൂസ് ചെയ്തതിന് ശേഷവും യൂസ് ചെയ്തതിന് മുമ്പും തണുത്ത അവസ്ഥയിൽ നിന്ന്, അതായത് നമ്മൾ ഈ കുളിച്ചിട്ട് നേരെ വന്ന് കയറി ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക. AC റൂമിൽ നേരെ വന്നിട്ട് ഇതിലേക്ക് കയറാതിരിക്കുക. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി കുളിക്കാതിരിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് AC റൂമിലേക്ക് അല്ലെങ്കിൽ നല്ല തണുത്ത കാറ്റുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. കാരണം നമ്മുടെ ബോഡി ഹീറ്റ് ആയിട്ടാവും. അത് നോർമലായിട്ട് ഒരു 15 മിനിറ്റ്സ് ടൈം എടുത്ത റൂമിൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചറായിട്ട് അഡ്ജസ്റ്റ് ആയതിനു ശേഷം നമ്മൾ കുളിക്കാനോ അല്ലെങ്കിൽ AC ഇല്ല തണുത്ത പ്രദേശത്തേക്ക് പോകാനോ പോകുന്നതിന് കുഴപ്പമില്ല. അതുപോലെ ഇതിന് മുകളിൽ ഇരുന്നുകൊണ്ട് സ്മോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാനോ ഒന്നും പാടില്ല. നല്ല പോലെ ഓക്സിജൻ വെന്റിലേഷനുള്ള ഏരിയയിൽ ഇത് വെക്കുക. 1 മണിക്കൂറെങ്കിലും ഭക്ഷണത്തിന് മുമ്പും പിൻപും ഗ്യാപ്പ് കൊടുക്കുക. ഭക്ഷണത്തിന് മുമ്പ് ഒരു മണിക്കൂർ, ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് യൂസ് ചെയ്യാം. ഇനി ഇത് ആര് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബ്ലീഡിങ് ഡിസീസ് ഉള്ളവർ, എന്തെങ്കിലും ബ്ലീഡിങ് ഡിസീസ് ഉള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഫീമെയിൽസ്, ലേഡീസ് മെൻസ്ട്രൽ ടൈമിൽ ഉപയോഗിക്കാൻ പാടില്ല. പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ ബ്ലഡ് ഡിസീസ്, ബ്ലഡ് ക്യാൻസർ, അങ്ങനെ ബ്ലഡ് ഡിസീസ് ഉള്ളവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ വേരിയസ് ഹാർട്ട് ഡിസീസ്, അതായത് ഹാർട്ടിന് ഈ നമ്മുടെ പേസ് മേക്കർ വെച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഭിത്തി വാൽവിന് ഭയങ്കര വീക്കുള്ള ആളുകൾ, അങ്ങനത്തെ ഈ ഹാർട്ട് അറ്റാക്ക് മീൻസ് ഓപ്പൺ ഹാർട്ട് സർജറി അല്ലെങ്കിൽ സ്റ്റണ്ട് ഇട്ടവർക്ക് യൂസ് ചെയ്യാം ഒരു 6 മാസം ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ അല്ലാതെ ഈ ഹാർട്ട് വീക്കുള്ള ആളുകൾ, അല്ലെങ്കിൽ കിഡ്നി ഫുൾ ലാസ്റ്റ് സ്റ്റേജിലുള്ള ആളുകൾ, ലങ്സ് ക്യാൻസർ ഉള്ള ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് സജസ്റ്റ് ചെയ്തത്. കാരണം അവരുടെ ഓർഗാൻസിന് ഈ പ്രഷർ താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. അപ്പോ ഒരു 6 മാസം ഗ്യാപ്പ് ഓപ്പറേഷൻ ചെയ്ത ആളുകൾ ഒരു 6 മന്ത്സ് ഗ്യാപ്പ് ഉണ്ടാവണം. 6 മാസം ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ മെറ്റൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ കാലിൽ മെറ്റൽ ഒബ്ജക്റ്റ് എന്തെങ്കിലും റാഡൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ കാല് വെക്കണ്ട, ഇരിക്കാം. അതുപോലെ കയ്യിൽ എന്തെങ്കിലും സ്റ്റീൽ റോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം ഒഴിവാക്കുക. അതാണ് സേഫർ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഈ ഒരു ഡിവൈസ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ്. കോവിഡ് കൊണ്ട് മാസ്റ്റർ മോഡൽ എന്ന് പറയാം. ഇത് വാങ്ങുക, യൂസ് ചെയ്യുക. വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പോയിട്ട് ഇതിനൊരു ഡെമോൺസ്ട്രേഷൻ ലൈവായിട്ട്